അപ്പോൾ 2 കപ്പ് ഉണ്ടായി 2 സ്പൂൺ വെള്ളം നോക്കി ചെയ്യാം. ഗ്ലാസ് ഫുള്ള് വയ്ക്കാതെ തൈര് ലൂസാണെങ്കിൽ വെള്ളം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ പാൽപ്പൊടി ചേർക്കാം, പാല് ചേർക്കാം, മുട്ട ചേർക്കാറുണ്ട്. ഒന്നും ചേർക്കാത്തതുകൊണ്ട് വെള്ളം നോക്കി ചെയ്യാം. ഒരു മണിക്കൂറെങ്കിലും 10 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അത് കൂടുതലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് റെസ്റ്റില്ല. സിമ്പിളായിട്ട് കുറച്ച് നല്ല നമ്മൾ അച്ചിലേക്ക് ആഡ് ചെയ്യാം. ഒരു വളരെ സിമ്പിളായ മെത്തേഡ്. നമ്മൾ സ്പൂണിലാകുമ്പോൾ എണ്ണയിൽ മുക്കി പിന്നെയും മുക്കിയാൽ കളിക്കണം. ഈ ഒരു സിസ്റ്റത്തിലായിരിക്കണം മാവ്. അതായത് പഴംപൊരിൻ്റെ മാവ്, ബജ്ജിൻ്റെ മാവ്, ആ സിസ്റ്റത്തിലാകുമ്പോൾ സംഭവം കറക്റ്റായിരിക്കും. നമ്മൾ കമ്പി ചട്ടിമേലിട്ട് ഒന്ന് കെട്ടി വെക്കുക. അപ്പുറം കെട്ടിയിട്ട് എണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ അധികം ചൂട് വേണ്ട, ഒരു മീഡിയം ചൂട് മതി. ഇതേമാതിരി ഇങ്ങനെ കേപ്പ് നോക്കി ഇങ്ങനെ ഇട്ടിക്കാം. ബോൾസായിട്ട് ഇങ്ങനെ വരും. വളരെ സിമ്പിളല്ലേ? അപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താ സാധനം എന്നുള്ള എല്ലാവർക്കും അറിയാതെ കുറേ കാലം ഉണ്ടാക്കണം വിചാരിക്കും. ഇപ്പോൾ അതിൻ്റെ സമയം കിട്ടിയത്. സോറി, ഇതിൻ്റെ എത്ര സിമ്പിളാണെന്ന് ഞാനും അറിയില്ലായിരുന്നു. സംഭവം ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഡെയിലി നിത്യോപയോഗ സാധനമാണിത്. രാവിലെ എല്ലാ ദിവസവും ഇവിടെ കിട്ടും. മധുരമുള്ളതും മധുരമില്ലാത്തതും ഒക്കെ ഉണ്ട്. നമുക്കിത് മധുരം കൂട്ടിയാൽ ഇതിൻ്റെ പേരുണ്ട്. ലുക്കൈമാത്താണ് ഇതിൻ്റെ പേര്. പക്ഷേ ഈ പേര് പോകണം അത്ര ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നുമില്ല. പേര് വലിയ പേരല്ലേ. അപ്പോൾ അതുണ്ടാക്കാൻ ശ്രമിച്ചോളൂ. എല്ലാവരും ഉണ്ടാക്കിക്കോളൂ. ഉണ്ടാക്കാൻ കഴിയും. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ ചേരുവകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് എള്ളം അങ്ങോട്ട് ആഡ് ചെയ്ത് വൃത്തിയായിക്കോട്ടെ എന്ന് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പഞ്ഞിക്കിട്ടോളൂ. അതിൻ്റെ കൂടുതൽ നമ്മളെ ഫോളോയും ചെയ്യുക, ഹെൽപ്പും ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും.